ഇന്നിപ്പോൾ എല്ലാ ചാനലുകാരും വെള്ളം കയറിയ കപ്പിത്താൻ്റെ കപ്പൽ മുങ്ങാൻ പോകുന്ന കഥ പറഞ്ഞിരിക്കുകയായിരിക്കും. ഐ മീൻ ദ വോട്ട് റിസൾട്ട്. UDF നല്ല തൂത്ത് വൈറലായിരുന്നു. LDFിൻ്റെ ന്യായീകരണവും ബാക്കി പരിപാടികളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ന്യൂസ് ചാനലുകൾ ഓടിക്കുന്നത്. ബിക്കോസ് ദേ നോ നാളെ ഇനിയിപ്പോൾ ദിലീപിൻ്റെ അല്ലെങ്കിൽ പൾസർ സുനിയുടെ അങ്ങനത്തെ ആ നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധിപ്പകർപ്പിൻ്റെ ഭാഗങ്ങൾ എടുത്തു വെച്ച് ഇവാലുവേറ്റ് ചെയ്തിട്ട് വന്നാലും അവർക്ക് ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കാണ് തീർക്കുക എന്നുള്ള ഇമ്പോർട്ടൻസ് ആണ് തീർത്തതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി മുതൽ കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ പോയി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇതിൽ ഇന്നലെ ന്യൂസ് ചാനലുകൾ ചർച്ച ചെയ്ത് തുടങ്ങിയതും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഈ വിധിപ്പകർപ്പിൽ പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊട്ടേഷൻ നൽകിയ സ്ത്രീ, പൾസർ സുനി പറഞ്ഞ സ്ത്രീ ആര്? ഓക്കെ, ഇതൊരു ഭയങ്കര ഡിസ്കഷനിൽ വരാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ബിക്കോസ് പൾസർ സുനി ആദ്യം ഒരു സ്ത്രീ, ഒരു മാഡം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ദിലീപിലേക്കായി. പിന്നെ ഇവിടുത്തെ അന്വേഷണം ആ ടീം മൊത്തത്തിൽ ഇത് ദിലീപും ആദ്യ പ്രതി പൾസർ സുനി തമ്മിൽ എങ്ങനെ ലിങ്ക് ചെയ്യാന്നുള്ളതിൻ്റെ മുകളിൽ അങ്ങോട്ട് കൂടിയതോടുകൂടി കേസ് പൊളിഞ്ഞു. ഇത് ദിലീപ് അല്ലെങ്കിൽ ഹൂ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചാൽ ഈ കേസ് തീരേണ്ടതേ ഉള്ളൂ, ഇതിലുള്ള ഗൂഢാലോചന തീരേണ്ടതേ ഉള്ളൂ. അതിനാരും മുതിർന്നില്ല. അപ്പം എനിക്കൊരു ഡൗട്ട്, പൾസർ സുനി ആദ്യം മാഡം എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്തത് ഇനി റിയൽ ആയിട്ടുള്ള ആരെങ്കിലും കുറിച്ചാണോ? പറയാനും പറ്റില്ല. പിന്നെ ഇവൻ ഭൂലോകം നുണയനും ഇങ്ങനത്തെ ഒരു കാട്ട് കള്ളൻ ഫ്രോഡാണ്. ഇവൻ തന്നെ അത് മാറ്റിയും പറഞ്ഞിട്ടോ, കാരണം മാഡം ഇല്ലായിരുന്നു, ദിലീപിലേക്ക് ഒന്നും എത്താതിരിക്കാൻ വേണ്ടി ഞാൻ മാഡം എന്നുള്ള ആണിനെ പെണ്ണാക്കുന്ന പരിപാടി ചെയ്തതാണെന്നുള്ളത് ന്യൂസ് മിനിറ്റിന് ഇപ്പോൾ റീസെൻ്റ്ലി അവർ പുറത്തുവിട്ട ഓഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ വിഷയങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ടൊന്ന് നോക്കി നോക്കാം. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ എന്ന കോടതി ചൂണ്ടിക്കാണിച്ചത് കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയും എട്ടാം പ്രതി ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമായി ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നത് പൾസർ സുനിയുടെ ആദ്യ മൊഴിയിൽ പറയുന്ന ലേഡി ആര്, അവരെക്കുറിച്ച് പ്രോസിക്യൂഷൻ പോലീസ് ഒരു അന്വേഷണവും നടത്തിയില്ല എന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം പൾസർ സുനി പറയുന്നത് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നതായിരുന്നു. പിന്നീട് പൾസർ സുനി ആ മൊഴി മാറ്റി ദിലീപിന്റെ കൊട്ടേഷനായിട്ടാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് പറയുന്നു. പക്ഷേ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യം പറഞ്ഞ ലേഡി ആര് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമവും ഉണ്ടാകാതെ ഈ പൾസർ സുനി രണ്ടാമത് പറഞ്ഞ ദിലീപിലേക്ക് അന്വേഷണം പോവുകയാണ് ഉണ്ടായത്. പ്രോസിക്യൂഷനും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലേഡി ആര് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ബാധ്യതയുണ്ടായിരുന്നു. അത് പോലീസിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ആ ഉത്തരവാദിത്തം നിറവേറ്റിയില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യക്തമാക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയും എട്ടാം പ്രതിയായ ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. ഇവിടുത്തെ പോലീസ് അന്വേഷണത്തിലെ ഏറ്റവും വലിയ പോരായ്മ നടക്കുന്നത് ഇവിടെയാണ്. പ്രതിയായ പൾസർ സുനി ആദ്യം പറയുന്നത് ഇതൊരു ലേഡിയാണ്, മാഡം എന്നായിരുന്നു. അത് നമ്മൾ കണ്ടതുമാണ്. ഓക്കെ, ആ വിഷ്വൽസ് ഇനി ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടത് നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ വിഷ്വൽസ് ഒന്നുകൂടി ഇവിടെ പ്ലേ ചെയ്യാം, എന്താണെന്ന് പൾസർ സുനി പറഞ്ഞെന്നുള്ളത്. ഞാൻ കള്ളനല്ലേ, കള്ളന്റെ കുമ്പസാരം എന്തിനാ കേൾക്കണേ? ഞാൻ സൂചിപ്പിച്ചായിരുന്നു, കാവ്യയുടെ പേര് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു എന്നെ അറിയില്ലെന്നല്ലേ പറയാം. അറിയോ നിങ്ങൾ? എത്ര ആൾ സുനിക്ക് അറിയാം കാവ്യ? പരിചയം പിന്നെ പറയാം. അത് എനിക്ക് ചോദിച്ചത്. മാഡം കാവ്യാണ് അല്ലേ? മാഡം കാവ്യാണോ? മാഡത്തിന് വലിയ പങ്കൊന്നുമില്ല. മാഡത്തിന് വലിയ പങ്കൊന്നുമില്ല. പൈസ തന്നിട്ടുണ്ട്. അതായത് പൾസർ സുനി തന്നെയാണ് മാഡം കാവ്യാമാധവനാണ് എന്നുള്ള ആംഗിൾ പറഞ്ഞു തുടങ്ങിയതും പറഞ്ഞു വെക്കുന്നത്. പിന്നെ പങ്കില്ല, പക്ഷെ പൈസ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് സർക്കാസം, കളിയാക്കൽ പോലെ, മനസ്സിലായ? അപ്പം ഇത് പൾസർ സുനി തന്നെ ആദ്യം ഇട്ട സാധനമാണ്. ഈ പ്രൈമ ഫേസിൽ പ്രതിയായ വ്യക്തി കൊടുത്ത
ഇൻഫർമേഷനിൽ ഇറ്റ്സ് എ മാഡം, ഒരു ലേഡി മാഡം ആണെന്നുള്ളത് പറഞ്ഞ് പിന്നെ അത് കാവ്യ മാധവനാണെന്നുള്ളത് ന്യൂസുകാരുടെ മുന്നിൽ പറയുന്നു. ഇങ്ങനെ ഒരു കോൺസ്പിറസി പ്രതി പൾസർ സുനി തന്നെ ആദ്യം ബിൽഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിയത് ന്യൂസ് മിനിറ്റ്സിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ റീസെൻ്റ്ലി അവർ പുറത്തുവിട്ട പൾസർ സുനി കൂട്ടാളികളും അവരുടെ വിധിയും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇവർ പുറത്തുവിട്ട, അവർ സുപ്രീം കോടതിയിൽ നിന്ന് ഇവൻ ബെയിൽ ആപ്ലിക്കേഷനൊക്കെ എടുത്ത് പുറത്തിറങ്ങിയ ടൈമിൽ അവനെ ബന്ധപ്പെട്ട സമയത്ത് അവർക്ക് കൊടുത്ത ബൈറ്റിനകത്ത് ഈ മാഡം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫേക്ക് സാധനം പറഞ്ഞതായിരുന്നു. ശരിക്കും ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആണ് പെണ്ണാക്കുന്ന സ്കീമിൽ പറഞ്ഞ പരിപാടിയാണെന്നാണ് പറഞ്ഞത്. ഇവര് പെട്ടെന്ന് ചോദിച്ചു, ഇവർക്ക് അറിയാം, 90% ഇവർക്ക് അറിയാം. ഇവരുടെ മൈൻഡ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആളെ പറയരുതില്ല, ഇപ്പൊ നേരെ എന്ത് ചെയ്യും, അവിടെ വ്യത്യാസം വരുത്തും. പറഞ്ഞ മനസ്സിലായോ? മറ്റേ മാഡം പറഞ്ഞു. അത് തന്നെ അത് പറഞ്ഞു. അത് പറഞ്ഞത് പക്ഷെ അതും എനിക്കറിയാൻ പാടില്ല ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ചെല്ലുന്നുള്ളത്. ഞാൻ വേറെ ദിലീപേട്ടന്റെ അടുത്തേക്ക് ചെല്ലാണ്ടിരിക്കാനാണ് ഞാൻ മാറ്റിയത്. ആണ് പെണ്ണായി. അപ്പോൾ ഈ മാഡം എവിടുന്ന് വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ മാഡം വന്നത് പൾസർ സുനി ഈ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഈ നടിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് പൾസർ സുനിയാണ് എന്നുള്ളത്. അപ്പോൾ അത് പൾസർ സുനിയാണെന്ന് മനസ്സിലായപ്പോൾ അവരെ ബാക്കി ആ പൾസർ സുനിയാണ്, അല്ലെങ്കിൽ അവർ ആരെങ്കിലും പൈസ തന്നിട്ടാണെന്ന് പറയുമ്പോൾ ഞാൻ അതിലും കൂടുതൽ പൈസ തരാമെന്ന് പറയുന്നു. ഇതൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൾസർ സുനിയാണ് എന്ന് കണ്ട സമയത്ത് തന്നെ ഇതാരുടേതായിരിക്കും ഈ കൊട്ടേഷൻ എന്നത് ഊഹിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഊഹിക്കാൻ തുടങ്ങാൻ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടി അവരവിടുന്ന് ആ ഒരു ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാഡം എന്ന് ഞാൻ പറഞ്ഞത് ദിലീപേട്ടനിൽ നിന്ന് ശ്രദ്ധ മാറാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ മൈൻഡിൽ വെക്കേണ്ടത്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞതാണ്, ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്തത്. ഈ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്തതും ഡോക്യുമെൻറ്റിൻ്റെ സൈനിങ്ങും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരേ ഒരു ലിങ്ക് മാത്രമേ ഇതിൽ എനിക്ക് ഭയങ്കര റെലവൻ്റ് ആയിട്ട് തോന്നുന്നുള്ളൂ. പൾസർ സുനി വണ്ടിയിലേക്ക് കയറുന്നു. പൾസർ സുനി കയറിയ സമയത്ത് തന്നെ നടിക്ക് മനസ്സിലാവുന്നു ഇത് പൾസർ സുനിയാണെന്നുള്ളത്. അങ്ങനെ മനസ്സിലാവുമ്പോൾ ഇവർ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന ഒരു പേര് ദിലീപേട്ടനിലേക്ക് പോവുക എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പൾസർ സുനി കയറിയ ഉടനെ തന്നെ ദിലീപേട്ടൻ എന്നുള്ളൊരു ഊഹത്തിലേക്ക് നടി പോകണം എന്നുണ്ടെങ്കിൽ ഇതിനൊരു ലൈനേ ഞാൻ കാണുന്നുള്ളൂ, ഈ ബിനാമി എന്ന് പറഞ്ഞുള്ളൊരു ലൈനിലുള്ള ഒരു സംഗതി മാത്രം. മനസ്സിലായോ? അപ്പോൾ ഏതെങ്കിലും എവിടെയെങ്കിലും കോൺവെർസേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു ഇൻഫർമേഷനോ മേ ബി ഇവർക്കും കിട്ടിക്കാണും. ഇതേപോലുള്ളൊരു ഭീഷണിപ്പെടുത്തൽ, അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു ത്രട്ടൻ ചെയ്ത് ഈ സ്വത്തുക്കൾ തിരിച്ചു വാങ്ങേണ്ട അല്ലെങ്കിൽ തിരിച്ചെഴുതി കൊടുക്കേണ്ട സെറ്റപ്പ് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഐ റിയലി ഡൗട്ട്. ഞാനിത് ഡൗട്ട് ചെയ്യുന്നതാണ്, അല്ല ഞാനിത് കൺഫേം ആയിട്ട് പറഞ്ഞത് എൻ്റെ ഡൗട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ആ ദിലീപേട്ടനിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് പൾസർ സുനി അത് മാഡമാക്കി. പൾസർ സുനിക്ക് പിന്നെ മനസ്സിലായി ഇത് കാര്യങ്ങൾ ഏറെക്കുറെ അവിയൽ കുഴയണ മാതിരി കുഴഞ്ഞു, എന്താണെങ്കിലും ഞാൻ പെട്ടു, എല്ലാവരും പെടട്ടെ, എല്ലാവരും കിടന്നൊന്ന് ഓടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തു, ആദ്യം ഇത് മാഡം എന്ന് പറയുന്നു, അത് കാവ്യ മാധവനാണെന്ന് പറയുന്നു, പിന്നെ അതിൻ്റെ പിന്നാലെ കുറച്ച് ഓടുന്നു. മാഡം ഇല്ല, മാഡത്തിൻ്റെ തുമ്പും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് പോലീസുകാർ അന്വേഷിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരത് കണ്ടുപിടിച്ച് ഇവനെ ഞാൻ എന്താ ആലോചിക്കുന്ന അറിയോ, ഒരു പ്രതിനെ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ റോട്ടിൽ കൂടി ഒരു നോ പാർക്കിങ്ങിൽ ഇട്ടതോ അല്ലെങ്കിൽ ഒരു വണ്ടി മോഡിഫൈ ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും കേസ് പിടിച്ചൊരു പ്രതിനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുത്തണോ അതിന് കുത്തി പറയിപ്പിക്കുമല്ലോ ഒരു കാര്യങ്ങളൊക്കെ. ഇവിടെ പോലീസുകാർക്ക് അതൊന്നും നടന്നില്ലേ? ഞാൻ പറയുന്നത് ഒരു ആളെ പിടിച്ചിടിച്ച് പിഴിയണം എന്നല്ല കേട്ടോ, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് മാഡം ഇല്ല. മാഡം എന്ന് പറഞ്ഞത് സുനിയുടെ ഒരു നുണയായിരുന്നു. ഒരു ലൈ ഡിറ്റക്ടർ വെച്ചിട്ടെങ്കിലും മാഡം എന്ന് പറഞ്ഞത് ഇപ്പം നുണ പറഞ്ഞതാണെന്നുള്ളതൊന്ന് തെളിയിക്കാൻ പറ്റി, അതെങ്കിലും കോർട്ടിൽ നിന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പോലീസുകാർ ദർ ഈസ് നോ സച്ച് തിങ്, മാഡം എന്നുള്ളതില്ല, ദാറ്റ്സ് എ കോൺസ്പിറസി ബിൽഡ് ബൈ പൾസർ സുനി എന്നുള്ളൊരു ആസ്പെക്റ്റെങ്കിലും കോടതിയിൽ വെക്കേണ്ടിയിരുന്നില്ലേ? ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും വെച്ചില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അത് നാളെ കോർട്ട് ചോദിക്കുകയാണ്, ആരാ മാഡം? പ്രതിയായ വ്യക്തി ആദ്യം കൊടുത്ത മൊഴിയിലൊരു മാഡം ഉണ്ട്, ആ മാഡം എവിടെ? ആരാ മാഡം? അല്ല, ഞങ്ങൾ മാഡത്തിനെ കുറിച്ച് അന്വേഷിച്ചില്ല,
എനിക്ക് മാഡം ആരാന്ന് അറിയില്ല. അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഇല്ല. അവിടെയൊക്കെയാണ് ഈ കേസ് പൊളിയുന്നത്. ആൻഡ് മാഡം ഈസ് സ്റ്റിൽ എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഒരു ജസ്റ്റ് എ കോൺസ്പിറസി ബിൽഡ് ബൈ സുനി എന്നുള്ള രീതിക്കാണ് എനിക്കും പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വേറൊരു കാര്യമാണ്. അതായത് ഈ മാഡം എഗെയിൻ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഈ ടൈം ലൈനിൽ നമ്മൾ നോക്കുമ്പോൾ മാഡം എന്നുള്ളൊരു ആസ്പെക്റ്റും കാവ്യയുടെ പേരും വന്നതോട് കൂടിയിട്ട് ലക്ഷ്യ എന്ന് പറഞ്ഞ ഇവരുടെ സ്ഥാപനത്തിലേക്ക് ഒരു പോലീസ് അന്വേഷണം പോയിട്ടുണ്ടായിരുന്നു ഈ മെമ്മറി കാർഡും വിഷ്വൽസും ഒക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാവ്യ മാധവന്റെ സ്ഥാപനത്തിൽ പോലീസ് നടത്തിയ പരിശോധന നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ തേടിയെന്ന് സൂചന. ഈ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഇവിടെ ഏൽപ്പിച്ചതായാണ് പ്രധാനമന്ത്രി പൾസർ സുനി മൊഴി നൽകിയത്. അതേസമയം അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമമാണോ ഈ മൊഴിക്ക് പിന്നിലെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നടിയെ ആക്രമിച്ച ഫോണിൽ ദൃശ്യങ്ങളെടുത്ത സംഘം അത് മെമ്മറി കാർഡുകളിലേക്ക് പകർത്തിയതായി ആദ്യം തന്നെ സൂചനകളുണ്ടായിരുന്നു. പോലീസ് പിടിച്ചെടുത്ത ഫോണിൽ നിന്ന് ഫോറൻസിക് ലാബിലെ പരിശോധനയിലൂടെ ദൃശ്യങ്ങൾ വീണ്ടെടുത്തെങ്കിലും കാർഡുകളൊന്നും കണ്ടെത്തിയിരുന്നില്ല. ഇതാണ് കാവ്യ മാധവന്റെ ലക്ഷ്യയിൽ ഏൽപ്പിച്ചതായി പൾസർ സുനി എന്ന സുനിൽകുമാർ പറയുന്നത്. ഗൂഢാലോചന സംബന്ധിച്ച സൂചനകളെ തുടർന്ന് നടത്തുന്ന തുടരന്വേഷണത്തിന്റെ ഭാഗമായി ജയിലിലെത്തി മൊഴിയെടുത്തപ്പോഴാണ് പ്രതി ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ മെമ്മറി കാർഡ് അവിടെ എത്തിച്ചത് എപ്പോഴാണെന്നും ആര് മുഖേനയാണെന്നും വ്യക്തമായിട്ടില്ല. നടിയെ ആക്രമിച്ച കേസിൽ ഒളിവിൽ പോയ ശേഷമാണെന്നാണ് സൂചന. ജയിലിൽ നിന്ന് ദിലീപിനെ അഭിസംബോധന ചെയ്തെഴുതിയ കത്തിൽ ഒളിവിലിരിക്കെ താൻ കാക്കനാട് ഷോപ്പിൽ എത്തിയിരുന്നതായി സുനിൽകുമാർ പറഞ്ഞിരുന്നു. കാക്കനാട് മാവേലിപുരത്തെ ഈ ഷോപ്പ് ലക്ഷ്യമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതുകൊണ്ട് തന്നെ ഈ കത്തും ഇപ്പോഴത്തെ മൊഴിയുമായി ചേർത്ത് വെച്ച് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഈ മൊഴി സ്ഥിരീകരിച്ച് ഉറപ്പിക്കുന്നതിന് സുനിൽകുമാറിന്റെ കൂട്ടുപ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും. എന്നാൽ അങ്ങനെ ഒരു മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള കൂടുതൽ പരിശോധനകൾ അടുത്ത ദിവസങ്ങളിൽ നടക്കും. നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയുടെ പ്രധാന തെളിവായി അത് മാറും. എവിടെ നിന്ന് കണ്ടെടുക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാകും. മനോരമ ന്യൂസ്, കൊച്ചി. ഓക്കെ, അപ്പോൾ ഇതാണ് ലക്ഷ്യമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഇവൻ ഒളിവിൽ പോയ സമയത്ത് ലക്ഷ്യയിൽ പോയിട്ട് ഇവൻ മെമ്മറി കാർഡ് കൊടുത്തു എന്നുള്ള ക്ലെയിമിലാണ് അവിടെ പോയിട്ട് ഇവർ മെമ്മറി കാർഡ് അന്ന് തപ്പുന്നത്. ഓക്കെ, പക്ഷെ അതിനു മുമ്പ് പൾസർ സുനി വേറൊരു സ്ഥലത്ത് ഈ കൃത്യം നടത്തിയതിന് ശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഒരു സ്ഥലത്ത് മതിൽ ചാടിച്ചാണ് അന്നത്തെ അന്വേഷണ ടീം മിസ്സാക്കി കളഞ്ഞ വൈറ്റൽ സാധനങ്ങൾ. അതായത് കൃത്യം നിർവഹിച്ചതിന് ശേഷം സുനി കൊച്ചിയിൽ തന്നെയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വീടോ ഫ്ലാറ്റോ അതിൻ്റെ മതിൽ ചാടി കിടക്കുന്നു. 20 മിനിറ്റ് ആരോടോ പോയിട്ട് എന്തോ സംസാരിക്കുക അല്ലെങ്കിൽ എന്തോ കൊടുത്ത് തിരിച്ചു പോരുന്നു. പോലീസിന് ഇതാരാണ് അല്ലെങ്കിൽ ആരായിരുന്നു അതിൻ്റെ ഓണർ, ആ ഫ്ലാറ്റിൻ്റെ വീടിൻ്റെ ഓണർ ആരാണ്, അല്ലെങ്കിൽ അവിടെ ആരാണ് താമസക്കാർ, അത് പൂട്ടിയിടുന്നതാണോ, അവിടെ ആരെങ്കിലും ഇതിന് മുന്നേ വന്നു പോയിട്ടുണ്ടോ, അതേ CCTV, അതായത് പൾസർ സുനിയും ടീമും വന്ന് മതിൽ ചാടി പോകുന്ന അതേ CCTV ഒരു 30 ദിവസം നോക്കിയാൽ 30 ദിവസം വന്നു പോയാൽ ഇത് കിട്ടും, 60 ദിവസം നോക്കിയാൽ 60 ദിവസം വന്നു പോയത് കിട്ടും. 2 ദിവസം മുന്നേ അല്ലെങ്കിൽ ആ സുനിയും ടീമും വരുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുന്നേ അവിടെ ആരെങ്കിലും വന്നു പോയോ എന്നുള്ളത് നോക്കിയാലടക്കം കിട്ടും. ഒരു തുമ്പുമില്ല. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ആരാ എന്താന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയയും എവിടെയും ആർക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അട്രോഷ്യസ് എന്നേ പറയാനുള്ളൂ, അല്ലാതെ എന്ത് പറയും. ഇനി ഞാനിവിടെ റോഷിബാൽ മാത്രമല്ല പൾസർ സുനി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ റോഷിബാലിൻ്റെ ഹിഡൻ ക്യാമറ സ്റ്റിങ് ഓപ്പറേഷൻ്റെ അകത്ത് എന്നെ ചിലർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, ചിലരുടെ കണ്ണുകൾ എൻ്റെ മേലുണ്ടായിരുന്നു ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ. ഓക്കെ, അതായത് നടിയെ ആക്രമിച്ചു കൊണ്ടുപോയി ഈ നീചമായ പ്രവൃത്തി ചെയ്യുന്ന ദിവസം അത് ട്രാക്ക് ചെയ്യാൻ, അത് മോണിറ്റർ ചെയ്യാൻ പൾസർ സുനിക്ക് വേറെ കുറച്ച് ടീമുകൾ, അതായത് ആരാണോ ഇത് കൊടുത്തേ അവരും ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം പൾസർ സുനിയും പറയുന്നുണ്ട്. അതിൻ്റെ കുറച്ചും കൂടി ഇലാബറേറ്റഡ് വേർഷൻ ഈ റോഷിബാൽ റിപ്പോർട്ടറിൽ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ പറയുന്നുണ്ട്. ഈ പീഡനം നടക്കുന്നത് അറ്റ്ലക്സ് മുതൽ ഇങ്ങോട്ടാണ്, അങ്കമാലി. അതെ, അങ്കമാലി അവിടെ കറുകുറ്റി അറ്റ്ലക്സ് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ പൾസർ സുനിയും സംഘവും സഞ്ചരിച്ച വാഹനം, അതിജീവിത സഞ്ചരിച്ച വാഹനം, അതിന് പുറമെ മറ്റൊരു വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനം അപ്പുണ്ണിയാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അപ്പുണ്ണി ആരാണെന്ന് അറിയില്ലേ? ദിലീപിന്റെ ഡ്രൈവറാണ്, മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അന്ന് പതിവിലില്ലാത്ത തരത്തിൽ നടൻ ദിലീപിന്റെ പേഴ്സണൽ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. വൈകിട്ട് 6 മുതൽ ദിലീപ് എന്തിനാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്? സാധാരണ പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ എല്ലാ ദിവസവും നമ്മുടെ ഒരു റൊട്ടീൻ, അതിൽ നിന്ന് വിഭിന്നമായി ചെയ്യുന്ന കാര്യങ്ങൾ അവർ കൃത്യമായി ശ്രദ്ധിക്കും. അങ്ങനെയാണ് അത് ശ്രദ്ധയിൽപ്പെടുന്നത്, സാധാരണമായ കാര്യങ്ങൾ. അപ്പുണ്ണിയുടെ മൊബൈൽ ഫോൺ ഇതേ സഞ്ചാരപാതയിലുണ്ട്.
കറൂറ്റിയിൽ നിന്നും അത് അവസാനിക്കുന്നത് ആലുവ മാർക്കറ്റ് വരെയാണ്. അവിടെ നിന്ന് പിന്നീട് ഫോൺ കോൾ പോകുന്നത് എവിടേക്കാണ്? സബിത, ദിലീപിന്റെ സഹോദരിയുടെ മൊബൈൽ ഫോണിലേക്കാണ്. 22 മിനിറ്റ് നേരമാണ് സംസാരിച്ചത്. ഞാൻ വെറുതെ പറയല്ല, CDRലുള്ളതാണ്. ഈ അപ്പുണ്ണി ഈ സമയത്ത് ഈ കുറ്റകൃത്യം നടക്കുന്നതിൻ്റെ തൊട്ടു പിന്നിലുള്ള വാഹനത്തിൽ ഉണ്ടെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള തെളിവാണ്. പക്ഷെ ആ തെളിവ് പുറത്തെത്തുന്നതേ വൈകിപ്പോയി. പിന്നീട് CCTV ദൃശ്യങ്ങൾ പോലും ശേഖരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ആ വാഹനത്തിൽ ദിലീപ് ഉണ്ടെങ്കിലും, കാരണം ദിലീപ് പലപ്പോഴും അപ്പുണ്ണിയുടെ മൊബൈൽ ഫോണിലാണ് സംസാരിക്കാറുള്ളത്, പല സുഹൃത്തുക്കളെയും വിളിക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ അപ്പുണ്ണിക്കൊപ്പം ദിലീപ് ഉണ്ടെങ്കിലോ ആ വാഹനത്തിൽ, ദിലീപിന്റെ നിരീക്ഷണത്തിലാണ് ഈ പീഡനം, ഈ ക്രൂരകൃത്യം നടക്കുന്നതെങ്കിലോ ആ സംശയമുണ്ട്. പക്ഷെ ആ സംശയം തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ രേഖകൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയും. ഗൂഢാലോചന, ദിലീപിനെതിരായ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയ മെറ്റീരിയൽ എവിഡൻസുകൾ കളക്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള കോൺസ്പിറസീസ്. മനസ്സിലായോ? അതായത് പൾസർ സുനി കൃത്യം ചെയ്യുമ്പോൾ പൾസർ സുനിയെ ആരൊക്കെയോ ട്രാക്ക് ചെയ്യുന്നു. റോഷി ബാലു വന്ന് പറയുന്നു അപ്പുണ്ണി അടക്കം, ചിലപ്പോൾ ദിലീപ് അടക്കം കാറിലുണ്ടാവാം, ദിലീപിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, അപ്പുണ്ണി അടക്കമുള്ളവർ ഈ വണ്ടിയെ ഫോളോ ചെയ്യുന്നു. ദിലീപിൻ്റെ അന്നേ ദിവസത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വിയേർഡായിരുന്നു. ഒരു വയ്യാതെ ഹോസ്പിറ്റലിലായി, പിന്നെ ഒരു ഡോക്ടറുടെ രേഖ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. ഈ സംശയങ്ങൾ എന്ത് വേണേൽ സംശയിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, പോലീസ് അട്ടിമറിച്ച, പോലീസ് അട്ടിമറിച്ച, ഇപ്പോൾ നമ്മളൊക്കെ ദിലീപ് പുറത്തു വന്ന് പറഞ്ഞത് കേട്ടു, എപ്പോഴാണോ മഞ്ജു വാര്യർ ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന, ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട് എന്ന് പറഞ്ഞത്, അന്ന് മുതൽ എനിക്കെതിരെയുള്ള ഗൂഢാലോചന തുടങ്ങി എന്നുള്ളത്. അത് മഞ്ജു വാര്യർ ഗൂഢാലോചന ചെയ്തു എന്നല്ല, ബട്ട് അത് പറഞ്ഞത് മുതൽ ബാക്കി ടീമുകൾ ആരൊക്കെയോ ചേർന്ന് ഗൂഢാലോചന നടത്തി. ഇത്രയും പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിൽ പോലീസ് 2 ടീമാണ്. ഞാൻ തുറന്നു പറയാം, പോലീസുകാർ ഇതിൽ 2 ടീമായിട്ട് കളിച്ചിട്ടുള്ളത്. ഒന്ന്, ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രാഥമിക ഫേസിൽ, പ്രൈമ ഫേസ് ഓഫ് ദിസ് ഇൻവെസ്റ്റിഗേഷൻ, ഒരു കേസിൻ്റെ ഏറ്റവും വലിയ ഒരു ഇൻസിഡൻറ്റ് നടന്ന്, ഒരു ക്രൈം നടന്ന്, ആ ക്രൈമിൻ്റെ ഗോൾഡൻ ഹവേഴ്സിൽ പ്രൈമ ഫേസ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷനിൽ കിട്ടുന്ന തെളിവുകളും അവിടെ കിട്ടുന്ന മെറ്റീരിയൽസുമാണ് ഒരു കേസിൻ്റെ മെറിറ്റ്. മനസ്സിലായില്ലേ? ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കഴിവ് അവിടെയാണുള്ളത്. ആ ഉദ്യോഗസ്ഥനും ആ ടീമും വിചാരിച്ചു കഴിഞ്ഞാൽ ആ കേസിൻ്റെ മെറിറ്റ് 0 ആക്കാം, 100 ആക്കാം. ഇവിടെ സംഭവിച്ചത് പോലീസ് 2 തട്ടിലാണ്. ഈ കേസിൻ്റെ എൻറ്റയർ നാൾ വഴി നിങ്ങളെടുത്ത് നോക്കിക്കോ, ഇതിന് ഇൻവെസ്റ്റിഗേഷൻ ടീം അടക്കം പോലീസുകാർ 2 തട്ടിൽ നിന്ന്, ഒന്ന് ദിലീപിനെ പണിയാൻ നോക്കി, ഒന്ന് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന ആരാണോ വെച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടി പണിയെടുത്തു. ഞാൻ ഒരിക്കലും പറയില്ല ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ദിലീപാണെന്ന് ഞാൻ പറയില്ല, കാരണം കോടതി വെറുതെ വിട്ടൊരാളാണ്, നമ്മളത് പറയേണ്ട കാര്യമില്ല. പക്ഷെ വേറെ ആരോ ഇതിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, അവർക്ക് വേണ്ടി പണിയെടുത്ത പോലീസുകാരും ഉണ്ട്, ദിലീപിനെതിരെ വെച്ച പോലീസുകാരും ഉണ്ട്. 2 ടീമും പോലീസിനകത്ത് തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ സിസ്റ്റം ഫെയിലിയർ ആയ ഒരു കേസിനകത്ത് ഇനി ഇത് മുന്നോട്ട് ഹൈക്കോടതിയിൽ പോയിട്ടും കാര്യമില്ല, സുപ്രീം കോർട്ടിലും പോയിട്ട് കാര്യമില്ല, ഇതിനി എവിടെ പോയിട്ടും കാര്യമില്ല. ഇപ്പം ഇങ്ങനെ പറഞ്ഞൊരു കാര്യം, ഒരു വണ്ടിയിൽ അപ്പുണ്ണിയും ചിലപ്പോൾ ദിലീപ് ഉണ്ടാവാന്നൊക്കെ പറഞ്ഞു, ഫോളോ ചെയ്തു എന്ന് പറയുന്നു. ഇത് അപ്പുണ്ണിയും ദിലീപും, അപ്പുണ്ണി കൊച്ചിയിൽ തന്നെ ഉള്ള സമയത്തോ അല്ലെങ്കിൽ അഡ്ലക്സിൻ്റെ തൃശ്ശൂർ ടു കൊച്ചി ട്രാവലിങ്ങിലോ ഒക്കെ അവർക്ക് ഈ പറഞ്ഞ പോലെ CDR കിട്ടാം, ടവർ ലൊക്കേഷൻ കിട്ടാം, CCTV വിഷ്വൽസ് ഇല്ല എന്ന് പറയുന്നു. ഇനിയിപ്പോൾ അത് അപ്പുണ്ണിയും ദിലീപും അല്ല എന്ന് വിചാരിക്കും, അത് വെട്ടിക്കള. XY പൾസർ സുനി എന്ന് പറഞ്ഞ ക്രിമിനലിന് കൊട്ടേഷൻ കൊടുത്തതിന് ശേഷം Xഉം Yയും കൂടി ഈ ക്രിമിനൽ ആക്ടിവിറ്റി മര്യാദയ്ക്ക് ഇവൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവനെ ഫോളോ ചെയ്തു. ഇവനെ ഫോളോ ചെയ്തതിന് ശേഷം ഈ Xഉം Yയും ഇവൻ ഈ കൃത്യം നടത്തി എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നേരത്തെ നമ്മൾ കണ്ട CCTV ഫുട്ടേജിലുള്ള ആ ഒരു ഫ്ലാറ്റോ വീടോ റെസിഡൻഷ്യൽ ഏരിയയിൽ ആ കാണുന്ന ബിൽഡിങ്ങിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഇവൻ ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്ത മെമ്മറി കാർഡോ ഡോക്യുമെൻസോ എഴുതി ഒപ്പിടിപ്പിച്ച ഡോക്യുമെൻസോ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ, XO Yക്കോ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ, മെമ്മറി കാർഡ് കൊടുക്കുമോ
ഐ ഡോണ്ട് തിങ്ക് സോ, അതിന് ചാൻസ് ഇല്ല. കാരണം മെമ്മറി കാർഡ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ആ കൃത്യം നടന്ന സംഗതി അതവൻ വേറൊരു ആംഗിളാണ് അതിന്. പക്ഷേ ഞാൻ പറയുന്നത് ഈ XY ചിലപ്പോൾ അപ്പുറത്ത് ആ വീട്ടിൽ നിന്ന് ഈ സാധനം മേടിച്ചിട്ട് പോയിരിക്കാം, പേപ്പർ മേടിച്ച് പോയിരിക്കാം, ഇവൻ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടും ഉണ്ടാവും. ഒപ്പം ഈ പ്രവർത്തിക്ക് പോയ ആളുകൾക്കൊന്നും ഈ പേപ്പറിനെ കുറിച്ചും ഈ ഡീലിനെ കുറിച്ചൊരു പിടുത്തവുമില്ല, ഈ ഒപ്പിടിപ്പിച്ച് വാങ്ങിയ സ്കീമിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് അവർ അതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും പറയാത്തത്. അപ്പോൾ ട്രാക്ക് ചെയ്തവരുണ്ട് ഉണ്ടെങ്കിൽ, അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ അവരവിടെ ഫ്ലാറ്റിൽ ഈവൻ ഈ കൃത്യം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം രക്ഷപ്പെടുന്നതിന് മുമ്പ് ഒരു വീടിൻ്റെ മതിൽ ചാടി, ഒരു ഫ്ലാറ്റിൻ്റെ മതിൽ ചാടി പോയിട്ടുണ്ടെങ്കിൽ വെറുതെ പോവില്ല. എന്തോ കൊടുക്കാൻ പോയി, അതെന്ത് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടില്ല. ഇനി കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഇവിടെ പ്ലേ ചെയ്ത PT തോമസിൻ്റെ ഒരു പോർഷനുണ്ട്. ഇത് മറ്റൊരാൾ ഓപ്പറേറ്റ് ചെയ്തതാണ്, മറ്റൊരാൾ ചെയ്യിച്ചതാണെന്ന വ്യക്തമായ സൂചന ആദ്യത്തെ മൊഴി മുതൽ ഉണ്ടായിരുന്നു. അല്ല, പോലീസ് ഈ AC-യുമായി നിൽക്കുന്ന പോലീസ് അവിടെ പറയുന്നുണ്ടായിരുന്നു, പുറത്ത് അവർ തൊഴിൽ നടക്കുമ്പോൾ ഇത് കൊട്ടേഷൻ സംഘം ഇതിൻ്റെ പിന്നിലുണ്ട്, ഇല്ലെങ്കിൽ മറ്റേ എന്താണ് DD ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും, മയക്കുമരുന്ന് കുത്തിവെക്കും, പിന്നെ അവിടെ കുറേ പേര് കാത്തിരിക്കുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞു എന്നവിടെ പോലീസ് പറയുന്നുണ്ടായിരുന്നു. കേട്ടല്ലോ, നടിയോട് പൾസർ സുനി പറയുകയാണ്, ഇവിടുന്ന് നീ ഞാൻ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിന്നെ DD ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും. ഈ DD ഫ്ലാറ്റ് നിങ്ങൾ ഈ ഒരു കേസിൽ മാത്രമല്ല പല കേസുകളിലും നിങ്ങൾ കേട്ട് കാണും ഈ ഒരു DD ഫ്ലാറ്റ് എന്നുള്ള പേര്. ഓക്കെ, ആ കേസുകളൊന്നും ഞാൻ പറയുന്നില്ല. മേ ബി ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് ചെയ്ത വീഡിയോകളിൽ ഞാൻ തന്നെ പല കേസുകളുടെ ഭാഗമായിട്ടും DD ഫ്ലാറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യു ഗൈസ് ഗെസ്, ഞാൻ നിങ്ങൾക്ക് വിട്ടുന്നിരിക്കുന്നു. അത് നിങ്ങളുടെ ഷാർപ്പ് ബ്രെയിൻ ആണോ എന്ന് ഞാൻ നോക്കട്ടെ കമൻറ്റ് ബോക്സിൽ. ഇപ്പം എന്താണെങ്കിലും ഈ DD ഫ്ലാറ്റ്, ആ CCTV കണ്ടത് ഈ DD ഫ്ലാറ്റ് ആണെങ്കിലും, ആ CCTVയിൽ കണ്ടത് ഈ DD ഫ്ലാറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഗെസ്സാണ് പറയുന്നത്. DD ഫ്ലാറ്റിൽ കുറച്ച് പേരുണ്ട്. ഓക്കെ, വെറുതെ പറഞ്ഞതായിരിക്കില്ല സുനി, ചിലപ്പോൾ കാര്യം പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മോഡസ് അങ്ങനെയായിരിക്കും. ഇതിന് മുമ്പും അത് ചെയ്തിട്ടുണ്ടാവാം, DD ഫ്ലാറ്റ് അവിടെ കൊണ്ടുപോയിട്ടുണ്ടാവാം. കൊച്ചിയിലൊക്കെ ചില ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്. ഓക്കെ, ആ ഹോട്ട്സ്പോട്ട്സ് എന്ന് പറഞ്ഞാൽ ലഹരി, ഫ്ലഷ്, ഇതൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്, എസ്പെഷ്യലി സിനിമാക്കാരുടെ ഇടയിൽ. അത് വളരെ എന്താ പറയുക, പകല് പോലെ പല സിനിമാക്കാർക്കും അറിയുന്ന സ്ഥലങ്ങളുമാണ്. അതൊക്കെ ആക്റ്റീവായി തുടങ്ങുന്നത് ഈ ടൈം ലൈനിലാണ്. 2015 മുതൽ അങ്ങോട്ടാണ് ഇത് ആക്റ്റീവായി തുടങ്ങുന്നത്, ഈ ടൈം ലൈനിലാണ്. ഇവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 2020 ശേഷം ഈ ഹോട്ട്സ്പോട്ടുകൾ അത്ര ആക്റ്റീവ് അല്ലെങ്കിലും 2010 മുതൽ ഒരു 2020 വരെ ഈ ഹോട്ട്സ്പോട്ട്സുകൾ ഭയങ്കര ആക്റ്റീവാണ്. പോലീസ് ഇതൊന്നും ചെക്ക് ചെയ്യില്ലേ. നമുക്കിങ്ങനെ തൊട്ടും തൊടാതെയും പറഞ്ഞിട്ട് പോകാം, അതിനുള്ള വഴിയേ നമുക്കുള്ളൂ. കാരണം അതേ നടക്കും ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്. എൻ്റെ റെഗുലർ വ്യൂവേഴ്സിന് ഞാൻ പറയുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് കണക്റ്റ് ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണക്റ്റ് ആവും, കാരണം എൻ്റെ വ്യൂവേഴ്സ് അത്രയും അടിപൊളിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞ ലൈനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു കൊട്ടേഷൻ സുനിക്ക് കിട്ടി. ആ കൊട്ടേഷൻ കറക്റ്റ് സുനി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചിലപ്പോൾ ചിലർ ട്രാക്ക് ചെയ്തിരിക്കാം. അവർ ചിലപ്പോൾ സുനി ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തിരിക്കാം. അവർ വെയിറ്റ് ചെയ്തത് വേറൊരു സാധനത്തിനായിരിക്കാം, ഈ മെമ്മറി കാർഡിനോ വിഷ്വൽസിനോ ആയിരിക്കില്ല. ആ സാധനം കൃത്യമായിട്ട് സുനി അവർക്ക് കൊടുത്തിരിക്കാം, അവരവിടുന്ന് പോയിരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അവരറിയുന്നു ഇവൻ ഇങ്ങനൊരു പണി ഇതിനകത്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോഴത്തേക്കും ഇത് കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങളെത്തി. ഇവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രവർത്തികൾ സ്ഥിരമായി ചെയ്യുന്ന ഒരുത്തനായതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഡോക്യുമെൻ്റ്, ഈ മെമ്മറി കാർഡിൽ വിഷ്വൽസൊക്കെ എടുത്തു വെച്ച് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ഇവൻ അങ്ങോട്ട് തീരുമാനമാക്കി വിട്ട് കിടന്നു. മനസ്സിലായില്ലേ? എന്താണെങ്കിലും മാഡം എന്ന് പറഞ്ഞ ഒരു ആസ്പെക്റ്റ്, അതിലാണല്ലോ നമ്മൾ തുടങ്ങി. അത് വെറും എന്താ പറയുക, കെട്ടുകഥയാണ്, അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാണ് സുനി എന്നുള്ളത് സുനി തന്നെ പറഞ്ഞതുകൊണ്ട് അതെന്തായാലും വീണു. ഓക്കെ, ഇനി ഇതിൽ എടുത്ത് വെച്ച് നോക്കാനുള്ള വേറൊരു ഐറ്റമാണ് ഈ സുനി ജയിലിൽ നിന്ന് അയച്ചു എന്ന് പറയുന്ന കത്ത്. ഓക്കെ, ചേട്ടൻ ഈ കത്ത് എഴുതുന്നത് ചേട്ടൻ്റെ സഹായം ആവശ്യപ്പെട്ടിട്ടല്ല. പലതിലുമുള്ള വിഷമങ്ങൾ ഇപ്പോഴും ഉള്ളിൽ കൊണ്ട് ഇനി ഒരു
തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് സംഭവിക്കാതിരിക്കാനാണെന്ന് പറഞ്ഞുള്ള ഒരു കത്തുണ്ട്. ഓക്കെ, ആ കത്തിൻ്റെ പകർപ്പാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഇവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എന്നെ സഹായിക്കണമെങ്കിൽ അത് ചേട്ടൻ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ആകാമായിരുന്നില്ലേ? ചേട്ടൻ്റെ കാശ് ഞങ്ങൾക്ക് വേണ്ട. മാർട്ടിൻ പറഞ്ഞതുപോലെ ഞാൻ പറയില്ല. അനൂപ് ബാബു സാറിനെ കണ്ടതും ബാബു സാറ് മാർട്ടിനോട് മഞ്ജുവിനെയും കുമാറിനെയും ഈ കേസിലേക്ക് ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ വിളിച്ചു പറഞ്ഞ് ഉൾപ്പെടുത്താൻ പറയുന്നതും മാർട്ടിൻ കോടതിയിൽ എഴുതി കൊടുത്തതും ഞാൻ അറിഞ്ഞു. മാർട്ടിൻ കാശ് കൊടുത്തത് ഇല്ലാത്ത കാര്യം കോടതിയിൽ പറയിപ്പിച്ചത് കൊണ്ട് എന്തെങ്കിലും നേടിയോ എന്നുള്ളൊരു സംഗതി. കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഒരു വീഡിയോനകത്ത് ഈ മാർട്ടിൻ വിളിച്ചു പറഞ്ഞൊരു സംഗതി ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ലീഡ്സ് ടു മഞ്ജു ഓർ ശ്രീകുമാർ, അങ്ങനെ ലാല്, അങ്ങനെ കുറേ സാധനങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സാധനം. അപ്പം ഈ കത്തിൽ ഈ ഒരു പോർഷനൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഈ കത്ത് ഭയങ്കര ഫാബ്രിക്കേറ്റഡ് സാധനം പോലെ. കാരണം ഇതിൻ്റെ തുടക്കം മുതലേ എഴുതിയ കാര്യങ്ങൾ അങ്ങനെയാണ്. അന്ന് അബാദ് പ്ലാസയിൽ വെച്ച് ഈ കാര്യം പ്ലാൻ ചെയ്തപ്പോൾ സിദ്ദിഖും മറ്റ് ആരെല്ലാം ഉണ്ടായിരുന്നു എന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ദാറ്റ് ഇറ്റ് സെൽഫ് എന്താണ് ഇതൊരു തുടക്കത്തിൽ എഴുതിയിട്ടുള്ളത് ഈ കത്തിൻ്റെ. അതായത് ഞാൻ ആരോടും പറയില്ലേ, അന്ന് അവളും കൂടെ ഉണ്ടായിരുന്ന കാര്യം ഞാൻ ആരോടെങ്കിലും പറഞ്ഞു. ഈ കത്ത് പുറത്ത് വരണം എന്നുള്ള രീതിക്ക് എഴുതിയ കത്തിനകത്ത് തന്നെ അവളെ ഇട്ടു കൊടുത്തു. ഇത് അത് മാത്രമല്ല, ഇതിനകത്ത് ഇവരുടെ എന്താ പറയുക, സ്ത്രീകളെ കടത്തുന്ന കാര്യം, ഇവരുടെ പുറത്തേക്ക് കിട്ടുക, വിദേശത്തേക്ക് സ്ത്രീകളെ കടത്തുന്നു, അങ്ങനെ പല സംഗതികളും എഴുതി വിട്ടിട്ടുള്ള ഒരു കത്ത്. ഈ കത്തും കോടതിയിൽ പൊളിഞ്ഞു പോയ ഐറ്റം ആയതുകൊണ്ട് ഞാനിവിടെ വെക്കുന്നത്. കത്ത് ഞാനിങ്ങനെ ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് വായിച്ച സമയത്ത്, പണ്ടെങ്ങാണ്ട് ഇപ്പോൾ ഒന്നുകൂടി വായിച്ച സമയത്താണ് എനിക്ക് അതിൻ്റെ അതിനാടകീയത കത്തിനകത്തുള്ളത് മനസ്സിലായത്. ഓക്കെ, ഒരു നാടകീയമായ കത്ത്. അപ്പം അത് കണക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യിച്ച പോലത്തെ ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോയി. മനസ്സിലായില്ലേ? പിന്നെ ഇത്രത്തോളം എന്താ പറയുക, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്രിമിനൽ പൾസർ സുനീസ് കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ഓർ കൈൻഡ് ഓഫ് ബോഡി ലാംഗ്വേജ് ഉള്ള ഒരാൾ ഇങ്ങനെ കൃത്യമായുള്ള സാധനങ്ങൾ എഴുതുമെന്നുള്ളൂ. കാരണം ഇവൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഇവൻ ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് ഇൻ്റർവ്യൂ ഇൻ ദ സെൻസ് ഒളി ക്യാമറ എന്ന് ഇവർ പറയുന്ന ഈ സാധനം, അതിലൊക്കെ ഇവൻ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ഇവൻ ഈ എഴുത്തിലുള്ള സംഗതിയും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. മേ ബി അതുകൊണ്ടായിരിക്കണം ഈ കത്ത് പൊട്ടിപ്പോയത്. ഈ കത്ത് പലരും ഇനി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ കത്ത് പൊട്ടിപ്പോയതിൻ്റെ ഒരു റീസൺ എനിക്കിതാണ് തോന്നുന്നത്. ഈ കേസിൽ ഭയങ്കര ഇപ്പോഴും കോടതിയാണെങ്കിലും അല്ലെങ്കിൽ പ്രതിഭാഗമാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒട്ടും ക്ലൂ തരാതെ ഇപ്പോഴും അവരൊക്കെ, എസ്പെഷ്യലി കോടതി ഒരു ചോദ്യചിഹ്നത്തിലാവുന്ന ഒരു സ്ഥലം ഞാൻ പറയാം, മെമ്മറി കാർഡ് ടാമ്പർ ചെയ്ത ഹാഷ് വാല്യൂ മാറിയ സിറ്റുവേഷനാണ്. അതിൽ സ്റ്റിൽ കോടതി എടുത്ത ഒരു സ്റ്റാൻഡ്, ദാറ്റ് ഈസ് സംതിങ് വെരി വിയേർഡ്. മനസ്സിലായി? എനിക്കത് സംതിങ് വിയേർഡ്. അവിടെ എവിടെയൊക്കെയോ കോടതിക്ക് പ്രോസിക്യൂഷനോട് ഒരു ഈഗോ ഹേർട്ടായോ എന്നുള്ളത്, ആ ഈഗോ വർക്കൗട്ട് ആക്കാൻ ആർക്ക് പറ്റി? പ്രതിഭാഗത്തിന് പറ്റി. ദിലീപിൻ്റെ സൈഡിൽ നിന്ന് വാദിച്ച ആളുകൾക്ക് പ്രോസിക്യൂഷനും കോടതിയും തമ്മിലുള്ള ഈഗോ ഹേർട്ട് ചെയ്യാൻ പറ്റിയത് കൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർ വെച്ചത് എന്താ പറയുക, ഒരുമാതിരി തെളിവില്ലാത്ത സാധനങ്ങളാണ് പ്രോസിക്യൂഷൻ. പക്ഷേ കമ്മിങ് ടു ദിസ്, ഈ കോടതിയുടെ ചെസ്റ്റിലിരിക്കുന്ന, കോടതിയുടെ പരിരക്ഷയിലിരിക്കുന്ന മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയ സംഗതി, അത് ഭയങ്കര സീന് പരിപാടിയാണ്. ആ സംഗതിയിൽ മാത്രം കോടതിക്കൊരു ബാക്ക് അടിച്ചോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടുണ്ട്. ആൻഡ് അത് ഭയങ്കര വൈറ്റലായിട്ടുള്ളൊരു കാര്യമായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറയാം, ഈഫ് സപ്പോസ് ഞാൻ പറയുകയാണ്, XY ഒരു പേപ്പർ ഒപ്പിടിപ്പിക്കാൻ വേണ്ടി സുനീൻ്റെ കൈ കൊടുത്ത ആളുകൾ മാത്രമാണ്. അവരിങ്ങനത്തെ ഒരു പരിപാടി സുനി കാണിക്കുന്നോ, ഇവനിത് വിഷ്വൽ എടുത്തു വെക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ.
എടുത്തു കഴിഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ ഈ രീതിയിലായപ്പോഴായിരിക്കാം ഇവർ ഈ വിഷ്വൽസ് ഒന്നും കണ്ടിട്ടുമില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ മേ ബി ആ വിഷ്വൽസ് കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചൊരു അതിബുദ്ധി. മനസ്സിലായോ? കാരണം അത് കണ്ടാലേ ഇതെങ്ങനെയാണ് എന്താ ഇവൻ കാണിച്ചു കൂട്ടി ഇതെങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളത് ചെയ്യാൻ പറ്റും. അങ്ങനെയാവാം, പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ വൺസ് എവിഡൻസ് ഈസ് ടാമ്പേർഡ്, ഒരു ഡിജിറ്റൽ എവിഡൻസ് എവിടെ വെച്ചിട്ടാണെങ്കിലും ടാമ്പേർഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രോസിക്യൂഷൻ അണ്ടർ എന്ത് വരും, ഭയങ്കര പ്രഷറിൽ വരും. ഒരു മെമ്മറി കാർഡിലെ വിഷ്വൽസിൻ്റെ ഹാഷ് വാല്യൂ കോടതിയിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ മുതലിന് വാല്യൂ ഇല്ല. വാല്യൂ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തതാണോ? കാരണം നാളെ പ്രതിവാദത്തിന് പറയാം കോടതിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ സാധനത്തിന് ഹാഷ് വാല്യൂ മാറി, ഇൻ ദ സെൻസ് അതിൽ എഡിറ്റിംഗ് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനത്തെ അതിബുദ്ധിയാവും. സോ അതൊരു ഡേഞ്ചർ സാധനമാണ്. അതുപോലും പ്രോപ്പറായിട്ട് കോടതിയിൽ കൺവിൻസ് ചെയ്യാൻ, ഇത് ഹൈക്കോടതിയിലേക്ക് ഈ കേസ് പോവുകയാണെങ്കിൽ, സുപ്രീം കോടതിയിൽ കേസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വേർഡിക്റ്റ് അല്ലെങ്കിൽ ഇപ്പം ഈ കേസിൻ്റെ മെറിറ്റ് നോക്കുന്ന സമയത്ത് ഈ ഒരു സാധനം മാത്രം, മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ കോടതിൻ്റെ കയ്യിലിരിക്കുമ്പോൾ ചെസ്റ്റിലിരിക്കുന്ന സമയത്ത് മാറി ഈ ഒരു കാര്യം മാത്രം ഭയങ്കര സീനായിട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മാറാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അത് മാത്രമേ ഞാൻ ഇതിനകത്ത് കാണുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഇതൊരു ഫെയിലിയറാണ്. പോലീസ് തന്നെ രണ്ട് തട്ടിൽ നിന്ന് രണ്ട് ടീം പോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൊളവാക്കി വെച്ചൊരു ഐറ്റമാണിത്. ഓക്കെ, പ്രോസിക്യൂഷൻ ആണെന്നുണ്ടെങ്കിലും പൾസർ സുനി എന്ന് പറഞ്ഞവനെ ഫോക്കസ് ഔട്ടാക്കി 8ാം പ്രതിയിലേക്ക് എങ്ങനെ മാക്സിമം ഫോക്കസ് വെക്കാം എന്നുള്ളത് നോക്കി അങ്ങനെ കൊണ്ടുപോയൊരു കേസ് പൊളിഞ്ഞുപോയി. ഇരയോട് അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ്ലി ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അവസ്ഥ ഭയങ്കര മോശമാണ്. വേണം സീരിയസ്ലി, നിങ്ങൾക്ക് അന്ന് സംഭവിച്ചു, ഇപ്പം ഇത്രയും ഹാർഡ് ഫേസിലൂടെ നിങ്ങൾ പോകുന്നു. ഐ ഫീൽ റിയലി സോറി ഫോർ യു. കാരണം നിങ്ങളെപ്പോലെ സൊസൈറ്റിയിൽ വിസിബിലിറ്റി ഉള്ള ഒരാൾക്കടക്കം ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ നാളെ പേടിച്ചിട്ട് നമ്മളെ സ്ത്രീകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ കോർട്ടിലോ പോലീസ് സ്റ്റേഷനിലോ പോകാൻ പേടിക്കും. ഒന്നും നടക്കില്ല. കാരണം ഒന്നും പറയുന്നില്ല. ഓക്കെ, ബൈ.